ആകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണാൻ വളരെ മനോഹരമാണ്. ഈ നക്ഷത്രങ്ങൾക്കിടയിൽ നമ്മുടെ മിൽക്കി വേക്കും പുറത്തുള്ള മറ്റു ചില ബഹിരാകാശ വസ്തുക്കളെയും കൂടെ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ബഹിരാകാശ വസ്തുവാണ് ആൻഡ്രോമെഡ ഗാലക്സി. നമ്മുടെ മിൽക്കി വേയിൽ നിന്നും ഒരുപാട് അകലെയാണ് ഈ ഗാലക്സി ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഗുരുത്വാകർഷണ ബലം എന്ന വിചിത്രമായ പ്രതിഭാസം കാരണം ഈ രണ്ട് ഗാലക്സികൾക്കും ഇടയിലുള്ള ദൂരം പതിയെ പതിയെ കുറയുകയാണ്. അതായത് ഈ ഗാലക്സി മിൽക്കി വേക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം 450 കോടി വർഷങ്ങൾക്കുള്ളിൽ ഇത് മിൽക്കി വേയുമായി കൂട്ടിയിടിക്കും. ആ സമയത്തിൽ നമ്മുടെ ഭൂമിയിലോ സൗരയൂഥത്തിലോ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ ഈ ഘോരമായ കൂട്ടിയിടിയുടെ വളരെ വിസ്മയാവഹമായ ദൃശ്യങ്ങൾ അന്നവർക്ക് ആകാശത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഈ അത്ഭുതാവഹമായ ദൃശ്യത്തിന് പിന്നാലെ എന്തൊക്കെ ആപത്തുകളായിരിക്കും അന്ന് ഭൂമിയെ തേടി വരുന്നത്? ആൻഡ്രോമെഡ ഗാലക്സിയുടെയും ക്ഷീരപഥത്തിന്റെയും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിൽ നമ്മുടെ സൂര്യനും മറ്റ് നക്ഷത്രങ്ങളുമായിട്ട് കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഭൂമിയുടെയും സൗരയൂഥത്തിന്റെയും അവസ്ഥ? ആൻഡ്രോമെഡ ഗാലക്സി ഒരുപക്ഷെ സൗരയൂഥത്തിന്റെയും ഭൂമിയുടെയും ഒക്കെ അന്തകനാകുമോ? നമുക്ക് നോക്കാം. നമ്മുടെ ഗാലക്സിയിൽ നിന്നും ഏകദേശം 25 ലക്ഷം പ്രകാശവർഷ ദൂരത്തിലാണ് മെസ്സിയർ 31 അഥവാ ആൻഡ്രോമെഡ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. ഇതും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ പോലെ ഒരു മനോഹരമായ സ്പൈറൽ ഗാലക്സിയാണ്. പക്ഷേ ക്ഷീരപഥത്തിനേക്കാൾ ഒരുപാട് വലുതാണ് ആൻഡ്രോമെഡ. ഏകദേശം 1 ലക്ഷം പ്രകാശവർഷ ദൂരമാണ് നമ്മുടെ ഗാലക്സിയുടെ വ്യാസം. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നതായ പ്രകാശത്തിന് പോലും മിൽക്കി വേയുടെ ഒരു വശത്തിൽ നിന്നും മറുവശത്തിൽ എത്തണമെങ്കിൽ 1 ലക്ഷം വർഷങ്ങളെടുക്കും. എന്നാൽ ആൻഡ്രോമെഡ ഗാലക്സിക്കാണെങ്കിൽ 1.5 ലക്ഷം പ്രകാശത്തിൽ കൂടുതൽ വ്യാസമുണ്ട്. മിൽക്കി വേയിൽ 10,000 കോടിയിലേറെ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം. അതേസമയം ആൻഡ്രോമെഡയിലാണെങ്കിൽ കുറഞ്ഞത് 1 ലക്ഷം കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്തിൽ സജിറ്റേരിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉള്ളതുപോലെ ആൻഡ്രോമെഡയുടെ മധ്യഭാഗത്തിലും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ബ്ലാക്ക് ഹോളിനേക്കാൾ ഒരുപാട് വലുതാണ്. വലുതെന്ന് വെച്ചാൽ ആ ബ്ലാക്ക് ഹോളിന് നമ്മുടെ സൂര്യന്റെ 23 കോടിയോളം മടങ്ങ് മാസ് ഉണ്ട്. താരതമ്യേന പറഞ്ഞാൽ സജിറ്റേരിയസ് എ സ്റ്റാറിന് ഏകദേശം സൂര്യന്റെ 40 ലക്ഷം മടങ്ങ് മാസ് മാത്രമേയുള്ളൂ. എന്തായാലും ആൻഡ്രോമെഡ നമ്മുടെ ഗാലക്സിക്ക് നേരെ ഏകദേശം 113 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ പാഞ്ഞു വരികയാണ്. ഈ ഗാലക്സിയെ നമുക്ക് രാത്രി ആകാശത്തിൽ കാണാൻ കഴിയും. വളരെ മങ്ങിയതായ ഒരു നക്ഷത്രമായിട്ടായിരിക്കും നമുക്കിതിനെ കാണാൻ കഴിയുക. ഇനിയും ഏകദേശം 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ആൻഡ്രോമെഡയ്ക്ക് ഇപ്പോൾ നമ്മുടെ ആകാശത്തിൽ കാണുന്നതിന്റെ ഇരട്ടി വലിപ്പമുണ്ടാകും. 200 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന തരത്തിൽ ആൻഡ്രോമെഡ വലിപ്പം വയ്ക്കും. അതിനുശേഷം ഇതിന്റെ വലിപ്പം വളരെ വേഗം കൂടിക്കൊണ്ടിരിക്കും. 300 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആകാശത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ വസ്തു ആൻഡ്രോമെഡ ഗാലക്സി ആയിരിക്കും. 400 കോടി വർഷങ്ങളാകുമ്പോഴേക്കും ആകാശത്തിലെ പകുതിയും ആൻഡ്രോമെഡ ഗാലക്സി ആയിരിക്കും. ശേഷം 450 കോടി വർഷങ്ങളാകുമ്പോൾ മിൽക്കി വേയും ആൻഡ്രോമെഡയും തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങും. കൂട്ടിയിടിക്കുമ്പോൾ ഈ ഗാലക്സികളുടെ ആകൃതികൾ ആകെ അലങ്കോലമാകുന്നതിന്റെയും പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിന്റെയും ഒക്കെ വർണ്ണശബളമായ ദൃശ്യങ്ങൾ അന്ന് നമുക്ക് ആകാശത്തിൽ കാണാൻ സാധിക്കും. ഗാലക്സികൾ വെറുതെ ഒരിടത്ത് നിൽക്കുന്ന ഘടനകളല്ല, അവ നിരന്തരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ തന്നെ പ്രപഞ്ചത്തിൽ നിരന്തരമായിട്ട് ഗാലക്സികൾ തമ്മിൽ അന്യോന്യം വർത്തിക്കാറുണ്ട്. അതെപ്പോഴും കൂട്ടിയിടിയിൽ തന്നെ അവസാനിക്കണമെന്ന് നിർബന്ധമില്ല. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗാലക്സികൾ ചിലപ്പോൾ കൂട്ടിയിടിക്കുന്നതിന് പകരം വളരെ അടുത്തുകൂടെ പോവുക മാത്രമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ പോകുമ്പോഴും ആ ഗാലക്സികളുടെ വശങ്ങളിലുള്ള നക്ഷത്രങ്ങളെല്ലാം ഛിന്ന ഭിന്നമാവുകയും ആ ഗാലക്സികളുടെ ആകൃതികൾ ഭാഗികമായിട്ടെങ്കിലും തകരുകയും ചെയ്യും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഗാലക്സികൾ തമ്മിലുള്ള കൂട്ടിയിടികൾ അനിവാര്യമാണ്. അത് പക്ഷേ നേരിട്ട് വന്ന് കൂട്ടിയിടിക്കണമെന്നില്ല. 2 ഗാലക്സികൾ വളരെ സമീപത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിന്റെ ആധിക്യം കാരണം അവയുടെ വേഗത കുറയുകയും പരസ്പരം വലം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ വലം വയ്ക്കുന്ന സമയത്തിൽ അവ തമ്മിലുള്ള ദൂരം പതിയെ പതിയെ കുറഞ്ഞ് അവസാനം അവ തമ്മിൽ കൂടിച്ചേരുകയുമായിരിക്കും ചെയ്യുന്നത്. ഇത് പക്ഷേ പെട്ടെന്ന് സംഭവിക്കുന്നതൊന്നും ആയിരിക്കില്ല. ഈ രീതിയിൽ 2 ഗാലക്സികൾ തമ്മിൽ കൂടിച്ചേരുന്ന പ്രക്രിയ പല ശതകോടി വർഷങ്ങളോളം സമയമെടുത്ത് സംഭവിക്കുന്നതാണ്.
എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഗാലക്സികൾ ഇങ്ങനെ പരസ്പരം വലം വയ്ക്കുന്നതിന് പകരം നേരിട്ട് വന്ന് കൂട്ടിയിടിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ്രോമെഡ ഗാലക്സിയും മിൽക്കി വേയും ആദ്യം പറഞ്ഞതുപോലെ പരസ്പരം വലം വെച്ച ശേഷം പതിയെ പതിയെ കൂടിച്ചേരാനായിരിക്കും കൂടുതൽ സാധ്യതയെന്നാണ് നിഗമനം. എന്തായാലും ഗാലക്സികൾ തമ്മിൽ എങ്ങനെ കൂട്ടിയിടിക്കുകയാണെങ്കിലും ആ കൂട്ടിയിടിയിൽ വലിയ ഗാലക്സികൾ ചെറിയ ഗാലക്സികളെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ചെറിയ ഗാലക്സികളിലുള്ള നക്ഷത്രങ്ങളും വാതകങ്ങളും അങ്ങനെ സകല വസ്തുക്കളും വലിയ ഗാലക്സിയുടെ ഉള്ളിലാകും. വലിയ ഗാലക്സിയുടെ ആകൃതിയിൽ മാറ്റം വരാതെ അത് പഴയതുപോലെ തന്നെ നിലനിൽക്കും. എന്നാൽ കൂട്ടിയിടിക്കപ്പെടുന്ന രണ്ട് ഗാലക്സികളും ഒരേ വലിപ്പത്തിലുള്ളവയാണെങ്കിൽ ആ രണ്ട് ഗാലക്സികളുടെയും ഘടനകൾ മുഴുവൻ തകരും. കാലക്രമേണ അവ തമ്മിൽ കൂടിച്ചേരുകയും ഒരൊറ്റ വലിയ ഗാലക്സിയായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ആ പുതിയ ഗാലക്സിയുടെ ആകൃതി എലിപ്റ്റിക്കൽ ആയിരിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഒട്ടുമിക്ക എലിപ്റ്റിക്കൽ ഗാലക്സികളും വളരെ ഭീമാകാരമായിരിക്കുന്നത്. അതായത് അവയിൽ ഒന്നിൽ കൂടുതൽ ഗാലക്സികൾ അടങ്ങിയിട്ടുണ്ട്. മിൽക്കി വേയും ആൻഡ്രോമെഡയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അനന്തരഫലമായിട്ടുണ്ടാകുന്ന പുതിയ ഗാലക്സിയും ഒരു എലിപ്റ്റിക്കൽ ഗാലക്സി ആയിരിക്കും. ഇനിയും 450 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആൻഡ്രോമെഡയും മിൽക്കി വേയും തമ്മിൽ കൂട്ടിമുട്ടുമെങ്കിലും വീണ്ടും 100 കണക്കിന് കോടി വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അവ കൂടിച്ചേർന്ന് ഒരൊറ്റ ഗാലക്സിയായി മാറുന്നത്. നമ്മുടെ മുഴുവൻ പ്രപഞ്ചവും നമ്മുടെ മിൽക്കി വേ മാത്രമാണെന്നായിരുന്നു പണ്ട് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ മിൽക്കി വേക്ക് പുറത്ത് ഇതുപോലെ വേറെയും ഗാലക്സികൾ ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ആൻഡ്രോമെഡ ഗാലക്സി കാരണമാണ്. ഈ ആൻഡ്രോമെഡയെ നമുക്ക് നഗ്നനേത്രങ്ങളാൽ തന്നെ ആകാശത്തിൽ കാണാൻ കഴിയുമെങ്കിലും 25 ലക്ഷം പ്രകാശ വർഷങ്ങൾക്കകലെ നിൽക്കുന്നതിനാൽ ഇതിലെ നക്ഷത്രങ്ങളെയൊന്നും വളരെ ശക്തമായ ടെലസ്കോപ്പുകളുടെ സഹായമില്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ഗാലക്സിയിൽ തന്നെ നിലനിൽക്കുന്ന ചെറിയൊരു നെബുലയാണെന്നാണ് പണ്ട് കരുതിയിരുന്നത്. അതായത് വാതകങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മേഖലയായിട്ട്. പക്ഷേ അതിനു പുറമെ ആൻഡ്രോമെഡയെക്കുറിച്ച് പല സംശയങ്ങളും വാദങ്ങളും പണ്ട് നിലനിന്നിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇമ്മാനുവേൽ കാന്റ് എന്ന ജർമ്മൻ തത്വചിന്തകൻ ആൻഡ്രോമെഡ ശരിക്കും അകലെയുള്ള മറ്റൊരു പ്രപഞ്ചമാണെന്നാണ് കരുതിയത്. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയായിരുന്നു. ഒടുവിൽ 1924 എഡ്വിൻ ഹബിൾ എന്ന ലോക പ്രശസ്തനായ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് നമ്മൾ ശരിക്കും ഒരു ഗാലക്സിയുടെ ഉള്ളിലാണെന്നും ആൻഡ്രോമെഡയും അതുപോലെ മറ്റൊരു ഗാലക്സിയാണെന്നും പ്രപഞ്ചത്തിൽ ഇതുപോലെ ധാരാളം ഗാലക്സികൾ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞത്. ശേഷം വെസ്റ്റോ സ്ലിഫർ എന്ന മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞൻ ഈ ഗാലക്സികൾ സഞ്ചരിക്കുന്ന വേഗത മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഒട്ടുമിക്ക ഗാലക്സികളും നമ്മിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മിൽ നിന്നും മാത്രമല്ല, അവ പരസ്പരം അകലുന്നുമുണ്ട്. അതായത് പ്രപഞ്ചം നിരന്തരമായിട്ട് വികസിക്കുന്നു എന്നതിന്റെ അടയാളമായിരുന്നു ആ കണ്ടുപിടുത്തം. എന്നാൽ ആൻഡ്രോമെഡ ഗാലക്സി നമ്മിൽ നിന്നും അകലുന്നതിന് പകരം അത് നമ്മുടെ അടുത്തോട്ട് വരികയാണെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അത് മിൽക്കി വേയുമായിട്ട് കൂട്ടിയിടിക്കാൻ പോവുകയാണോ അതോ അടുത്തുകൂടെ പോവുക മാത്രമായിരിക്കുമോ ചെയ്യുക എന്ന് അന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ഹബിൾ സ്പേസ് ടെലസ്കോപ്പിലൂടെ നടത്തിയ നിരീക്ഷണങ്ങളിലൂടെയാണ് അത് മിൽക്കി വേയുമായിട്ട് കൂട്ടിയിടിക്കാൻ പോവുകയാണെന്ന് ശാസ്ത്രജ്ഞർക്ക് സ്ഥിരീകരിക്കാനായത്. അപ്പോൾ ഇനി 450 കോടി വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് ഗാലക്സികളും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? രണ്ട് ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് സാധാരണ രണ്ട് ബഹിരാകാശ വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് പോലെ, അതായത് രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് പോലെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഗാലക്സികളിലെ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതും ഗ്രഹങ്ങളെ നക്ഷത്രങ്ങൾ തകർക്കുന്നതും ഗാലക്സികളുടെ മധ്യഭാഗത്തിലെ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ മറ്റ് ബഹിരാകാശ വസ്തുക്കളെയെല്ലാം വിഴുങ്ങുന്നതും അങ്ങനെ ഗാലക്സികളുടെ സർവനാശം വിതയ്ക്കുന്ന മുഴുവൻ കോലാഹലങ്ങൾ നിറഞ്ഞ ഒരു പ്രതിഭാസമായിട്ടായിരിക്കും ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പ്രക്രിയയെ നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ അത് തീർത്തും തെറ്റാണ്. ശരിക്കും ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു എന്ന പ്രയോഗം പോലും തെറ്റാണ്. കാരണം യഥാർത്ഥത്തിൽ ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുകയല്ല, മറിച്ച് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഗാലക്സിയിൽ, ഉദാഹരണത്തിന് നമ്മുടെ മിൽക്കി വേയിൽ തന്നെ കുറഞ്ഞത് 10,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ അത്രയേറെ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും ഓരോ നക്ഷത്രങ്ങൾക്കുമിടയിലും ഒരുപാട് ദൂരമുണ്ട്. സൂര്യന്റെ ഏറ്റവും സമീപമുള്ള നക്ഷത്രമായ പ്രോക്സിമ സെന്റവറി പോലും സൂര്യനിൽ നിന്നും ഏകദേശം 4 പ്രകാശവർഷ ദൂരത്തിലാണ്.
താരതമ്യേന പറഞ്ഞാൽ 2 ക്രിക്കറ്റ് ബോളുകളെ എടുത്ത് 1000 കിലോമീറ്ററുകൾ അകലെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും? അതുപോലെയാണ് സൂര്യനും പ്രോക്സിമ സെന്റൗറിക്കും ഇടയിലുള്ള ദൂരം. അപ്പോൾ 10,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും ഓരോ നക്ഷത്രങ്ങൾക്കുമിടയിലും ഒരുപാട് ദൂരമുണ്ട്. അതിനാൽ തന്നെ ഗാലക്സികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിലുള്ള 2 നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുക എന്നത് തീരെ സാധ്യതയില്ലാത്ത കാര്യമാണ്. എന്ന് കരുതി ഒരിക്കലും 2 നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയില്ല എന്നല്ല, പകരം അത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഗാലക്സികളുടെ മധ്യഭാഗത്തിൽ നക്ഷത്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ പോലും അവിടെയും ഓരോ നക്ഷത്രങ്ങൾക്കുമിടയിലും പല പ്രകാശവർഷങ്ങളുടെ ദൂരമുണ്ട്. അതിനാൽ തന്നെ അവിടെയും നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നില്ല എങ്കിൽ ഗാലക്സികൾ തമ്മിലും കൂട്ടിയിടിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗാലക്സികൾ കൂട്ടിയിടിക്കുകയല്ല, മറിച്ച് അവ പരസ്പരം കൂടിച്ചേരുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരുപാട് നക്ഷത്രങ്ങൾ പരസ്പരം സമീപത്ത് കൂടെ പറന്നു പോയേക്കാം, പക്ഷേ അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത തീരെയില്ല. നമ്മുടെ സൂര്യന്റെ സമീപത്ത് കൂടെയും മിൽക്കി വേയിലും ആൻഡ്രോമെഡയിലുമുള്ള ധാരാളം നക്ഷത്രങ്ങൾ പറന്നു പോകും. അങ്ങനെ സമീപത്ത് കൂടെ പോകുന്നത് കാരണം സൗരയൂഥത്തിൽ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും സംഭവിക്കുകയുമില്ല. ചിലപ്പോൾ കൈപ്പർ ബെൽറ്റിലുള്ള ചില ഉൽക്കകൾ സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചേക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ അവ വന്ന് മറ്റ് ഗ്രഹങ്ങളിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രശ്നം മാത്രമേയുള്ളൂ. മറ്റൊരു കാര്യമെന്നത് ഗാലക്സികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയിലുള്ള വാതകങ്ങളും കൂടിച്ചേരും. അങ്ങനെ വാതകങ്ങളുടെ അളവ് കൂടുന്നതിന്റെ അനന്തരഫലമായി ആ വാതകങ്ങളിൽ നിന്നും പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങും. അപ്പോൾ ഗാലക്സികൾ കൂടിച്ചേരുമ്പോൾ ശരിക്കും അവ നശിക്കുകയല്ല, പകരം അവയിൽ കൂടുതൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഗാലക്സികൾ തമ്മിലുള്ള കൂടിച്ചേരലിൽ നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത തീരെ കുറവാണെങ്കിലും അവയുടെ മധ്യഭാഗത്തിലുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ തീർച്ചയായും കൂട്ടിയിടിക്കും. പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. ഇവ ഏകദേശം 1 പ്രകാശവർഷ ദൂരത്തിന്റെ അത്ര അടുത്തെത്തുമ്പോൾ മുതൽ അവയിൽ നിന്നും വളരെ ശക്തമായ ഗ്രാവിറ്റേഷണൽ തരംഗങ്ങളുടെ രൂപത്തിൽ വലിയ തോതിലുള്ള ഊർജം വമിക്കാൻ തുടങ്ങും. ഗ്രാവിറ്റേഷണൽ തരംഗങ്ങളെ ഡിറ്റക്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ പല ശതകോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള അന്യഗ്രഹ ജീവികൾക്ക് വരെ ഈ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ കൂട്ടിയിടിയിൽ നിന്നും വമിക്കുന്ന ഊർജം ഡിറ്റക്ട് ചെയ്യാനാകും. ഈ ബ്ലാക്ക് ഹോൾസ് വളരെ അടുത്തെത്തുമ്പോൾ അവ തമ്മിൽ വളരെ വേഗത്തിൽ പരസ്പരം വലം വെക്കാൻ തുടങ്ങും. കാലക്രമേണ ഇവ കൂടിച്ചേർന്ന് വലിയൊരു ഭീമാകാരമായ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറുമ്പോൾ ആ ബ്ലാക്ക് ഹോൾ കുറച്ചു കാലത്തേക്ക് ക്വാസാർ ആയിരിക്കും. എന്നുവെച്ചാൽ കുറച്ചു കാലത്തേക്ക് അതിന്റെ അക്രീഷൻ ഡിസ്കിൽ നിന്നും വളരെ വലിയ തോതിൽ ഊർജം വമിച്ചുകൊണ്ടിരിക്കും. ആൻഡ്രോമെഡയുമായിട്ട് കൂടിച്ചേരുമ്പോൾ നമ്മുടെ സൂര്യനും സൗരയൂഥവുമൊക്കെ പുതിയ എലിപ്റ്റിക്കൽ ഗാലക്സിയുടെ മധ്യഭാഗത്തിൽ നിന്നും ഒരുപാട് അകന്നു പോകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മുടെ ആകാശത്തിൽ പുതിയ എലിപ്റ്റിക്കൽ ഗാലക്സിയുടെ മധ്യഭാഗത്തിന്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാനാകും. ഗാലക്സികൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്തിൽ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾക്ക് സമീപത്ത് കൂടെ ഏതെങ്കിലും നക്ഷത്രങ്ങൾ പോകുകയാണെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി ആ നക്ഷത്രങ്ങളെ തൂക്കിയെറിയും. അപ്പോൾ ആ നക്ഷത്രം ഒരുപക്ഷെ ഗാലക്സിയിൽ നിന്നും തന്നെ പുറന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഗാലക്സികൾ കൂടിച്ചേരുമ്പോൾ ഇങ്ങനെ കുറച്ച് നക്ഷത്രങ്ങൾ പുറന്തള്ളപ്പെടുന്നത് സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ വളരെ കുറച്ച് നക്ഷത്രങ്ങൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ബാക്കി നക്ഷത്രങ്ങളെല്ലാം ഗാലക്സിയിൽ തന്നെ നിലനിൽക്കും. പക്ഷേ നിലനിൽക്കുന്ന നക്ഷത്രങ്ങളുടെ എല്ലാം സ്ഥാനങ്ങൾ പൂർണ്ണമായും മാറിയിട്ടുണ്ടാകും. നിർഭാഗ്യവശാൽ ഗാലക്സിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന നക്ഷത്രങ്ങളിൽ നമ്മുടെ സൂര്യനുമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സൗരയൂഥം മുഴുവൻ അനാഥമാകും. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ പോലും സൗരയൂഥം നശിക്കുകയില്ല. അപ്പോഴും ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുകയും പഴയതുപോലെ തന്നെ എല്ലാം തുടരുകയും ചെയ്യും. ഇനി ഒരു പക്ഷേ സൂര്യൻ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളിന്റെ തീരെ അടുത്തു പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സൗരയൂഥം മുഴുവൻ ആ ബ്ലാക്ക് ഹോളിൽ വീണ് നശിക്കും. പക്ഷേ ഇത് വെറും ഒരു സാധ്യത മാത്രമാണ്. അങ്ങനെ സൂര്യൻ ബ്ലാക്ക് ഹോളിൽ വീഴാനുള്ള സാധ്യത ഏകദേശം 0 കാര്യം പ്രത്യേകം ഓർക്കുക. ചുരുക്കി പറഞ്ഞാൽ ആൻഡ്രോമെഡ മിൽക്കി വേ കൂടിച്ചേരലിനെ നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല.
ഇനി അഥവാ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ സൂര്യനെ വിഴുങ്ങുകയാണെങ്കിൽ പോലും അന്ന് ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല. കാരണം അന്ന് ഭൂമിയിൽ യാതൊരു തരത്തിലുമുള്ള ജീവജാലങ്ങളും ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ ഇനിയും ഏകദേശം 400 കോടി വർഷങ്ങളാകുമ്പോഴേക്കും സൂര്യൻ ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമായി തുടങ്ങിയിട്ടുണ്ടാകും. അന്നത്തെ സൂര്യതാപത്തിൽ ഭൂമിയിലുള്ള എല്ലാ ജലാംശവും നശിച്ചിട്ടുണ്ടാകും. അപ്പോൾ ജലമൊന്നുമില്ലാതെ അന്ന് ഭൂമി വറ്റി വരേണ്ട ഒരു വലിയ മരുഭൂമി പോലെയായിരിക്കും കിടക്കുന്നത്. അപ്പോഴും മനുഷ്യരാശി അതിജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഭൂമിയിലായിരിക്കില്ല. എന്തെന്നാൽ അന്ന് മനുഷ്യൻ മറ്റ് ഗാലക്സികളെ വരെ കീഴടക്കുന്ന മഹാശക്തികളായിട്ട് മാറിയിട്ടുണ്ടാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.